Hello everyone, welcome back to Visual 2.0 പ്ലസ് ടു അക്കൗണ്ടൻസി മോഡൽ എക്സാമുമായി അനുബന്ധിച്ച് 8 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം വീഡിയോ ആണിത്. നമുക്ക് ഷുവറായിട്ടും ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ആ 8 മാർക്കിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? ഇനിയിപ്പോൾ നമുക്ക് ഓരോ പാഠം വയസ്സ് ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല അല്ലെ. നാളെയാണ് എക്സാം. നാളെ അതും 2 എക്സാമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മാർക്കിൻ്റെ ഒരു ചോദ്യം ഡയറക്റ്റ് മിസ് തരികയാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓർഡർ പ്രകാരം ചെയ്യാം. മിസ്സിൻ്റെ അതേ ഒരു പ്രോസസ്സ് മിസ് എങ്ങനെയാണ് ഓർഡറിൽ ചെയ്യുന്നത് അതുപോലെ ചെയ്താലാണ് നമുക്ക് ഈ 8 മാർക്ക് കംപ്ലീറ്റ് കിട്ടുള്ളൂ. മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് കേട്ടോ. ദെൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 30 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ്. അതായത് 30 മാർക്ക് നമുക്ക് അക്കൗണ്ടൻസിൽ വാങ്ങാൻ പറ്റാവുന്ന തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ ജേർണൽ കണ്ടിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും. ദെൻ എല്ലാം കൂടിയിട്ട് ഒരൊറ്റ റിവിഷൻ വീഡിയോ ഉണ്ട്. ഇത്രയാണ് നമ്മൾ അക്കൗണ്ടൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വേണ്ടി തരുന്ന വീഡിയോസ്. ഇത് നിങ്ങൾ 4 എണ്ണം പഠിച്ചാൽ നല്ലപോലെ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് മിസ്സിന് ഷുവറാണ്, 100% ഷുവറാണ്. ദെൻ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ക്രാഷ് ബാച്ചും അതുപോലെ തന്നെ മോഡൽ എക്സാമിന് ശേഷമുള്ള ദിവസങ്ങൾ ഒരു 1 വീക്കിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ദെൻ ഒന്നും കൂടി നമുക്ക് ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്ന ബാച്ചും ഒക്കെ കൂടിയിട്ടുണ്ട്. അത് 500 രൂപയാണ് എല്ലാ സബ്ജക്റ്റും. അതായത് ഓൾ സബ്ജക്റ്റ് കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ്, മാത്സ്, ഇതൊക്കെ നമുക്ക് ഇനിയിപ്പം മോഡൽ എക്സാം മാത്രമല്ലോ, ഫൈനൽ എക്സാം കൂടി വേണ്ടേ. അപ്പോൾ ഫൈനൽ എക്സാമിന് ഒരാളും പഠിച്ചിട്ടില്ല, ഒന്നും പ്രിപ്പയർഡ് അല്ല. മോഡൽ എക്സാം പോലെ നിങ്ങൾ ഫൈനൽ എക്സാമിനെ കാണരുത്. നമ്മൾ ഒരുപാട് കുട്ടികളെല്ലാം ഈ തലേദിവസം പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള മാർക്ക് ഫൈനൽ എക്സാമിന് കിട്ടാത്തത്. അതിന് നിങ്ങൾക്ക് ഈ ബാച്ച് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചാപ്റ്റർ ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ക്രാഷ് ബാച്ചിൽ കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. പിന്നീട് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, വേണം എന്നുള്ളവർ ആ ബാച്ച് ഇപ്പോൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഏതായാലും ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടി 500, ഒരെണ്ണാണെങ്കിലും 500 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് ബാച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദെൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ എപ്പോഴാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ഓൺ ദി സ്പോട്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ നമുക്ക് ഒരുപാട് കുട്ടികൾ ഇതുപോലെ ചോദിച്ചിട്ട് ക്ലാസ്സും നോട്ട്സൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. 8 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അഡ്മിഷൻ്റെ ചാപ്റ്ററിലാണ് നമുക്ക് 8 മാർക്കിൻ്റെ എളുപ്പവും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതുമായത് എടുക്കുന്നത്. ഡിസൊല്യൂഷനും അഡ്മിഷനും റിട്ടയർമെൻ്റ് ഒക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും കേട്ടോ. മിസ്സിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അഡ്മിഷനിൽ നിന്ന് പഠിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, റിവാലുവേഷൻ അക്കൗണ്ട്, ന്യൂ ബാലൻസ് ഷീറ്റ്, ഇത് 3ഉം അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യാനാണ് പറയാം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3 പാർട്ട്നേഴ്സും എന്തായാലും ഉണ്ടാവും. കാരണം അഡ്മിഷനാണ്, പുതിയ ന്യൂ പാർട്ട്ണർ ഉൾപ്പെടെ. റിവാലുവേഷൻ അക്കൗണ്ട് ഒരു ഫേമിൻ്റെ അക്കൗണ്ട് ആണ്, ഒരു എമൗണ്ട് കോളം മാത്രം മതി. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ബാലൻസ് ഷീറ്റ് ആണ്. ഒരു ആളും കൂടി പുതുതായിട്ട് വന്നതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ തയ്യാറാക്കേണ്ടത്. പിന്നെ ഇത് പുറമെ നമ്മളൊരു വർക്കിംഗ് നോട്ടും കൂടി തയ്യാറാക്കി വെക്കണം. അവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ആ വർക്കിംഗ് നോട്ട്, ഇതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് 8 മാർക്ക് ചോദിക്കാറ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. മിസ് ഡയറക്റ്റ് പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം അത്യാവശ്യം ലെങ്തി പ്രോബ്ലം തന്നെ ആയിരിക്കും. പ്രോബ്ലം വായിക്കാം. ഗിവൺ ബിലോ ഈസ് ബാലൻസ് ഷീറ്റ് ഓഫ് അമീർ അഖിൽ അമീർ ഷെയർ പ്രോഫിറ്റ് 3:2. ഇതിൽ 3:2 എന്ന് പറഞ്ഞിട്ട് ഈ അഖിൽ അമീർ ഇവരുടെ റെസ്പെക്റ്റീവിലാണ് വരിക കേട്ടോ. അപ്പോൾ അഖിലിൻ്റെ ഷെയർ 3/5ഉം അമീറിൻ്റെ 2/5 ആണ്. ദെൻ പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്, ബാലൻസ് ഷീറ്റ് നമ്മൾ നന്നായി നോക്കുക. അസറ്റുകൾ, ലയബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ദെൻ പിന്നീട് പറഞ്ഞത് കാർലോസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/6 ഷെയർ. കാർലോസിന്റെ ഷെയർ 1/6 ആണ്, പുതിയ പാർട്ട്ണർ ആണ്. ഹി ബ്രിങ് ക്യാപിറ്റൽ ഓഫ് 1 lakh. സാധാരണ പുതിയ പാർട്ട്നേഴ്സ് വരുമ്പോൾ നമുക്ക് ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ക്യാപിറ്റൽ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. ഗുഡ്വിൽ തന്നു കഴിഞ്ഞാൽ ഗുഡ്വിൽ പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കുക. ഏത് പാർട്ട്നേഴ്സിന്? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. ദെൻ പ്ലാൻ അപ്രീഷിയേറ്റഡ് ബൈ ₹1,20,000. പ്ലാനിൻ്റെ റേറ്റ് കൂടി, ചേഞ്ചസ് എമൗണ്ട്. പ്ലാന്റ് 1 lakh ആയിരുന്നു, 1,20,000 ആയപ്പോൾ ₹20,000 കൂടി. ബിൽഡിംഗ് അപ്രീഷിയേറ്റ് 10% ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി. ബിൽഡിംഗ് എത്രയാണ്? 1,50,000 ആണ്. അപ്പം 10% എന്ന് പറയുമ്പോൾ 1,500 രൂപ
10% ഇൻക്രീസ് ആയി. വാല്യൂ ഓഫ് സ്റ്റോക്ക് റിഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്ക് 40,000 ആണ്, അതിന്റെ വാല്യൂ കുറഞ്ഞു, 4,000 രൂപ നമുക്ക് കുറഞ്ഞു. പ്രൊവിഷൻ ക്രിയേറ്റഡ് 10%. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡെപ്റ്റേഴ്സ് 50,000 ആണ്. അപ്പൊ ഇതിന്റെ 10% എന്ന് വെച്ചാൽ എന്താണ്, 5,000 രൂപയാണ് പ്രൊവിഷന്. അത് ലൈബിലിറ്റി ആണ്, പ്രൊവിഷൻ എന്ന് പറയുന്നത് ലൈബിലിറ്റി ആണ്, ഇൻക്രീസ് ആയി. ക്രെഡിറ്റേഴ്സ് അൺറെക്കോർഡ് എന്ന് വെച്ചാൽ എന്താ, ലൈബിലിറ്റി തന്നെയാണ്, ലൈബിലിറ്റി ഇൻക്രീസ് ആയി, 1000 രൂപ നമുക്ക് ഇൻക്രീസ് ആയി. ഇത്രയും അഡ്ജസ്റ്റ്മെന്റും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കിത് തയ്യാറാക്കണമെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ചെയ്യാമെന്നും എല്ലാം അറിയണം. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൺലി അഡ്ജസ്റ്റ്മെന്റ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ വാല്യൂസ് ചേഞ്ച് എമൗണ്ട് മാത്രം നമ്മൾ എഴുതാം. റിവാലുവേഷനിൽ ചേഞ്ച് എമൗണ്ട് മാത്രം എഴുതാം, എത്ര കൂടി എത്ര കുറഞ്ഞു. ഓക്കെ, ഇതിൽ 20,000 കൂടി ആ എമൗണ്ട്, അതാണ് മിസ് ഇവിടെ എമൗണ്ടുകൾ ആദ്യം എഴുതി വെച്ചത്. 10% എന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപ കൂടി കുറഞ്ഞു നോക്കുക. ഇതിലിപ്പോ അപ്രീഷിയേറ്റഡ് 2 ആണ് എന്ന് വെച്ചാൽ ഡിഫറൻസ് അടുത്തെ. ബൈ എന്ന് പറയണമെങ്കിൽ എന്താ, ഡിഫറൻസ് അല്ല എടുക്കേണ്ടത്, ആ എക്സാക്ട് എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പാർട്ട്നേഴ്സിന്റെ, അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് മാത്രം നോക്കി റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസിങ് ഫിഗർ ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കാം. ദെൻ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ റിസർവുകളോ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റുകളോ ഉണ്ടോ എന്ന് നോക്കുക. കണ്ട റിസർവ്, ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, P&L അക്കൗണ്ടോ ഒന്നും കാണാനില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വരയ്ക്കാം. 3 അക്കൗണ്ടുകൾ വരയ്ക്കണം. അപ്പൊ മിസ് ഇത് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു റിവാലുവേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, 3 പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഒരു റിവാലുവേഷൻ അക്കൗണ്ടാണ് മിസ് ആദ്യം വരച്ചിരിക്കണേ. അതിനു മുന്നേ നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതണം. വർക്കിംഗ് നോട്ട് എന്തിനാണെന്ന് അറിയതിനെ, ഇതിലിപ്പോ ഈ വർക്കിംഗ് നോട്ടിന്റെ ആവശ്യമില്ല, കാരണം ഇതിൽ ഗുഡ്വിൽ ഇല്ല. ഗുഡ്വിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വർക്കിംഗ് നോട്ട് വേണ്ടത്. എങ്ങനെയെന്നറിയോ, ഗുഡ്വിൽ ഇതിലില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഗുഡ്വിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും മാക്സിമം. അപ്പൊ ഗുഡ്വിൽ ഉണ്ട് എങ്കിൽ ഗുഡ്വിൽ ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് എഴുതണം കേട്ടോ. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഓൾഡ് റേഷ്യോയിൽ തന്നെ നിങ്ങൾ ഗുഡ്വിൽ തന്നാൽ വിധിച്ചു കൊടുക്കുക. തന്നില്ല എങ്കിൽ നിങ്ങൾ ഗുഡ്വിൽ നോക്കേ വേണ്ട. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് ഒരേ ഒരു എമൗണ്ടുകളോളം വെച്ചിട്ട് വരയ്ക്കുക. റീവാലുവേഷൻ അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കുക. ദെൻ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടി കഴിഞ്ഞത് ഇവിടെ എഴുതാം, അസറ്റിന്റെ വാല്യൂ കൂടിയത് ഇവിടെ എഴുതാം, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞത് ഡെബിറ്റ് സൈഡിൽ എഴുതാം, ലൈബിലിറ്റീസ് കുറഞ്ഞാൽ ഇവിടെ എഴുതാം, ലൈബിലിറ്റീസ് കൂടിയാൽ ഇവിടെ എഴുതാം. ഓക്കെ, പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. 3 എമൗണ്ടുകളോളം വരയ്ക്കണം. നമ്മളുടെ പാർട്ട്നേഴ്സിന്റെ പേര് അഖിൽ അമീർ. ഓക്കെ, അഖിൽ അമീർ കാർലോസ്, അഖിൽ അമീർ കാർലോസ് പേര് എഴുതണം കേട്ടോ. 3 പാർട്ട്നേഴ്സിന്റെയും പേര് എഴുതി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക, കാരണം എന്തായാലും ബാലൻസ് ഷീറ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. ബാലൻസ് ഷീറ്റ്, ലൈബിലിറ്റീസ് ഇവിടെ, അസറ്റ്സ് ഇവിടെ. ഇത്രയാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ ആദ്യം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്തിട്ട് ക്വസ്റ്റ്യനിലെ പാർട്ട്നേഴ്സിന് എന്തൊക്കെ കൊടുക്കാനുണ്ടോ നമ്മൾ നോക്കാം. പാർട്ട്നേഴ്സിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അവരുടെ ക്യാപിറ്റലും റിസർവും പാർട്ട്നേഴ്സിന് കൊടുക്കണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതായിട്ട് ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്ണർക്ക് 1,80,000 ആണ്, അടുത്ത പാർട്ട്ണർക്ക് 1,50,000 ആണ്, ന്യൂ പാർട്ട്ണർ ആണ്. അതേപോലെ തന്നെ റിസർവ് ഉണ്ട്. റിസർവ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വിധിച്ചെടുക്കുക. റിസർവ് 15,000 ആണ്, അതേ ഇൻറ്റു 3/5 ദെൻ ഇൻറ്റു 2/5 രണ്ടാൾക്കാർക്കും നമ്മൾ വിധിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ 15,000 അത് അവരുടെ ഓൾഡ് റേഷ്യോ അല്ലേ, 15,000 ഇൻറ്റു 3/5 ചെയ്യുമ്പോൾ ഒരാൾക്ക് 9,000 വരും, അടുത്ത ആൾക്ക് 6,000 വരും. ന്യൂ പാർട്ട്ണർക്ക് ആ എമൗണ്ട് ഇല്ല കേട്ടോ.
ദെൻ പിന്നീട് എന്താണ് 9,000 6,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റത്തെ ഇത് വായിക്കാം. ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് വായിച്ചാൽ കർലോസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 168. നമുക്കത് ആവശ്യമില്ല, വലിയ കുഴപ്പമില്ല, അത് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹീ ബ്രിങ് ക്യാപിറ്റൽ ഫോർ 1 lakh. ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ പോയിട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൊണ്ടുവന്ന ആൾ എത്ര രൂപയാണോ കൊണ്ടുവന്ന 1 lakh അവിടെ എഴുതി. ഗുഡ് വിൽ ഉണ്ട് എങ്കിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് എമൗണ്ട് കൊടുക്കണം. അതോടെ ഗുഡ് വിൽ ഇല്ല. ഇത്രയും ഫസ്റ്റ് ചെയ്യുക. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്തെടുക്കുക? റീവാലുവേഷൻ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലാന്റ് അപ്രീഷിയേറ്റഡ് എത്ര നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 20,000 rupees അല്ലേ. 1,00,000 ആയിരുന്നു, 1,20,000 ആയി. പ്ലാന്റിന്റെ വാല്യൂ നമുക്ക് അവിടെ കൂടി. അപ്പൊ പ്ലാന്റിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എഴുതുന്നത്? റിവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലേ. അപ്പൊ റിവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ബൈ പ്ലാന്റ് എത്ര രൂപയാണോ കൂടിയത് അതാണ് എഴുതേണ്ടത്. 20,000. നമുക്ക് എങ്ങനെ 1,20,000 ആയെന്നാ പറഞ്ഞത്. 1 lakh മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് 1,20,000 കിട്ടിയിരുന്നത് എഴുതാം. അത് കഴിഞ്ഞു ബിൽഡിംഗ് ബിൽഡിങ്ങും നമുക്ക് വാല്യൂ കൂടുകയാണ് ചെയ്തത്. അപ്പൊ അതും നമ്മൾ അവിടെ എഴുതി. വില കൂടി എന്ന് കണ്ടാൽ അപ്പം നമ്മൾ അവിടെ എഴുതണം. എത്രയാണ്? 15,000 രൂപ. ഓക്കെ, 1,50,000 ഇൻറ്റു 10%. ഓക്കെ, 1,50,000 ഇൻറ്റു 15,000 രൂപ കേട്ടോ. സ്റ്റോക്കിന്റെ വാല്യൂ റെഡ്യൂസ്ഡ് ആണ്. ഇപ്പൊ സ്റ്റോക്കിന്റെ വില കുറഞ്ഞാൽ നമ്മളിത് എവിടെയാണ് എഴുതാ? അപ്പൊ ടു സ്റ്റോക്ക് റെഡ്യൂസ് എത്ര രൂപയാണ് നമുക്ക് സ്റ്റോക്ക് കുറഞ്ഞത്? 4,000 രൂപയാണ് കുറഞ്ഞത് കേട്ടോ. അത് എഴുതി. ഇനി വാല്യൂ ഓഫ് സ്റ്റോക്ക് കഴിഞ്ഞു. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഇവിടെ എഴുതാം. കാരണം ലൈബിലിറ്റി ആണ് പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്തത് 5,000 രൂപയാണ്. അപ്പൊ ലൈബിലിറ്റി എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 50,000 ഇൻറ്റു 10%, 5,000. ഓക്കെ, ദെൻ അപ്പൊ അതും കഴിഞ്ഞു. ഇനി ക്രെഡിറ്റേഴ്സ് അൺറെക്കോർഡഡ് 1,000. അഗെയിൻ നമുക്ക് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്തു. 1000 രൂപ വെച്ചിട്ട് ലൈബിലിറ്റി കൂടി. ആരാണ് കൂടിയത്? ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് 1,000 ചെയ്തു. ദെൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇതുപോലെ ടിക്ക് ഇട്ടിട്ട് പോവാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കത് ബാലൻസ് ഷീറ്റിൽ കുറച്ച് ബാലൻസ് ചെയ്യാണ്ട്. ആദ്യം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെയാണ് നമുക്ക് എമൗണ്ട് കൂടുതൽ വരുന്നത് അല്ലേ. നമുക്ക് ഇവിടെയാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. 20,000 പ്ലസ് 15,000 35,000 ആണ് നമുക്ക് വരിക. ഈ 35,000 നിന്ന് നമുക്ക് ഈ കുറഞ്ഞ വാല്യൂസ് കുറയ്ക്കാം. 35,000 മൈനസ് 4,000 മൈനസ് 5,000 മൈനസ് 1,000 25,000 കിട്ടും. ഈ 25,000 ഇവിടെ എഴുതാം. എന്നിട്ട് ഇത് പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പാർട്ട്നേഴ്സ് ആണുള്ളത്, അഖിലും അമീറും. അപ്പൊ അഖിലിന് കൊടുക്കുക, അതുപോലെ തന്നെ അമീറിന് കൊടുക്കുക. 3:2 കൊടുക്കുക. 3:2 ഇതാണ് അവളുടെ ഓൾഡ് റേഷ്യോ. അപ്പൊ 25,000 ഇൻറ്റു 3/5. ഒരാൾക്ക് എത്ര കിട്ടി? 15,000. എങ്ങനെ കിട്ടിയത്? 25,000 ഇൻറ്റു 3/5. 15,000 കിട്ടി. ഇനി രണ്ടാമത്തെ ആൾക്ക് എത്ര? 25,000 ഇൻറ്റു 2/5. അടുത്ത ആൾക്ക് 15,000 വരച്ചു. ഇനി ഈ എമൗണ്ട് നമ്മൾ എടുത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇത് നേരെ പോയിട്ട് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റീവാലുവേഷൻ അവിടെ നമ്മൾ ആ എമൗണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരാൾക്ക് 15,000 കിട്ടി, ഒരാൾക്ക് 15,000 കിട്ടി. ഡാഷ്. പുതിയ പാർട്ട്ണർക്ക് ഒന്നും കൊടുക്കണ്ട. ഇനി ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് കൊടുക്കുക കേട്ടോ. ലോസ് ആണെങ്കിൽ ഇവിടെ കൊടുക്കും, പ്രോഫിറ്റ് ആയ കാരണം ഇവിടെ കൊടുക്കും, ഗുഡ് വിൽ കൊടുക്കും. ഇനി ഗുഡ് വിൽ ഒരു വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇവിടെ വരും. ഇവിടെ അത്ര ഐറ്റംസേ വരുള്ളൂ. ലോസ്, അക്യുമുലേറ്റഡ് ലോസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വരാം. അങ്ങനെ എഴുതാനുള്ളതെല്ലാം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി നമ്മൾ എന്ത് ചെയ്യുക? ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. പുതിയ പാർട്ട്ണറിൽ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം ബാലൻസ് ചെയ്ത് വെക്കുക. ആ എമൗണ്ട് തന്നെയാണ് എല്ലാവർക്കും വരിക. പഴയ പാർട്ട്നേഴ്സിന് ഈ ഒരു സൈഡിലേ ഉള്ളൂ. അപ്പോൾ ആ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്യാം. 1,66,000 വന്നു. 1,66,000 വന്നു. ഇവിടെ 1,66,000 വന്നു. Then 1,80,000 plus 9,000, 15,000, 2,04,000. ഈ എമൗണ്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അതായത് ഇവിടെ ഇതിന് എമൗണ്ട് ഇതിനാണ് ബാലൻസ് ക്യാരി ഡൗൺ.
ഇത് നമുക്ക് ബാലൻസ് CD എന്ന് വന്നിട്ട് ബാലൻസിങ് ഫിഗർ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ജസ്റ്റ് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്യുക, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കണം. പഴയ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതാം. ക്യാഷ് 40,000 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാഷ് എഴുതി. പക്ഷേ ഇവിടെ ക്യാഷ് എഴുതുമ്പോൾ ഈ 40,000ന്റെ കൂടെ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ വേണം. ഇനി അയാൾ ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ അതും ആഡ് ചെയ്യണം. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ലും അതുപോലെ തന്നെ ക്യാപിറ്റലും നമ്മൾ പഴയ ക്യാഷിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതാൻ. ഇനി വിഡ്രോ ചെയ്തെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് കുറയ്ക്കാം കേട്ടോ. അതിന് അപ്പം നമ്മൾ അത് എഴുതി. ഇനി ഇതും ഇങ്ങനെ ടിക്കിടുക. നമ്മൾ എന്തൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊക്കെ ടിക്കിടുക. ഇനി ഡെപ്റ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡെപ്റ്റേഴ്സ് 50,000 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അത് കുറച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ 45,000 ഡെപ്റ്റേഴ്സ്. ഓരോന്ന് എഴുതുമ്പോഴും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് എഴുതാം. നെക്സ്റ്റ് സ്റ്റോക്ക് എഴുതുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. എത്ര വാല്യൂ കുറഞ്ഞു? സ്റ്റോക്കിന്റെ 40,000 ആയിരുന്നു, അതിന്റെ വാല്യൂ 4,000 രൂപ കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം, ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ കുറഞ്ഞുള്ള വാല്യൂ വേണം നമ്മൾ ഔട്ടറിലേക്ക് എഴുതാൻ. പ്ലാന്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്ലാന്റ് അപ്രീഷിയേറ്റഡ് ആണ്, കൂടിയിരിക്കുകയാണ്, 1,20,000. അത് അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതേപോലെ എഴുതി. ഇനി ബിൽഡിംഗ് എന്താ സംഭവിച്ചിരിക്കുന്നത്? ബിൽഡിങ്ങും അപ്രീഷിയേറ്റഡ് 5,000. ബിൽഡിങ്ങും 5,000 ഇൻക്രീസിങ് ആണ്. അപ്പോൾ പ്ലാന്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ കൂട്ടിയിട്ട് തന്നെ എഴുതണം. അപ്പോൾ 1,65,000, അതായത് 1,50,000 ആയിരുന്നു, അത് പ്ലസ് 15,000 കൂടി. ഓക്കെ, അപ്പൊ നമ്മൾ ബിൽഡിംഗ് എഴുതി. ഇൻവെസ്റ്റ്മെന്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ, ഒന്നും സംഭവിക്കാത്ത ആൾക്കാരെ അതേപോലെ കുറഞ്ഞോ കൂടിയോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതേപോലെ എഴുതാം. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ നമുക്കൊരു 6 ഐറ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ ഏതെടുക്കുക? നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് അതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മുടെ ലയബിലിറ്റി സൈഡ് നോക്കാം. ലയബിലിറ്റി സൈഡ് നോക്കിയിട്ട് ഫസ്റ്റ് ഐറ്റം എന്താണ്? ഏറ്റവും ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എഴുതിയിട്ടില്ല, 1,000 രൂപ കൂടിയേക്കാണ്. അപ്പൊ 68,000ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? പ്ലസ് 1,000 ആഡ് ചെയ്യണം. അപ്പൊ എത്രയായി? 69,000 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതിനൊന്നും സംഭവിച്ചില്ല, അതാ 2,000 അതേപോലെ എഴുതാം. പിന്നെ റിസർവ് കൊടുക്കാൻ പാടില്ല, നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ ഓൾറെഡി വിധിച്ചു കൊടുത്തു. ക്യാപിറ്റൽസ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ക്യാപിറ്റൽസ് നമ്മൾ നമ്മുടെ ബാലൻസിങ് ഫിഗർ. ഇപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യന്റെ ആവശ്യമായിട്ട് കഴിഞ്ഞു കേട്ടോ. ക്യാപിറ്റൽസ് നമുക്ക് വേണ്ടത് ബാലൻസിങ് ഫിഗർ. നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് 3 ആൾക്കാരുടെ ഉണ്ട് അല്ലെ. ആരുടെയൊക്കെ ഉണ്ട്? ക്യാപിറ്റൽസ്, പുതിയ ആളടക്കം, അതായത് അഖിലിന്റെ, അമീറിന്റെ, കർലോസിന്റെ, 3 ആളുടെയും കൂടിയിട്ട് ആഡ് ചെയ്യാം. 3 ആൾക്കാരുടെയും 2,04,000, 16,6,000, 1,00,000. ഇത് 3ഉം ആഡ് ചെയ്തിട്ട് ഔട്ടറിലേക്ക് എഴുതിയാൽ മതി. ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. അതായത് ആഡ് ചെയ്യുമ്പോൾ അതുപോലെ സ്പെല്ലിംഗ് എമൗണ്ട് വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. 4,70,000. ഇപ്പം എല്ലാം നമ്മൾ എഴുതി പുതിയൊരു ബാലൻസ് ഷീറ്റാണ് ഇപ്പോൾ തയ്യാറാക്കി. നമ്മൾ ഓരോ സൈഡ് കൂട്ടുക. ഇവിടെ നമുക്ക് 5,4,1,000 ആണ് വരുന്നത്. ഈ എമൗണ്ടിന് നമുക്ക് ഈ സൈഡിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഈസ് കറക്റ്റ്. ഇപ്പോൾ 14,000 പ്ലസ് 45,000 പ്ലസ് 36,000 165,000 54,000. ഇപ്പോൾ നമ്മുടെ 8 മാർക്ക് നിങ്ങൾക്ക് ഓക്കെയാണ്. എന്ത് ചെയ്യാം? ഈ ഒരു ഓർഡറിൽ തന്നെ ചെയ്യാം. നമ്മൾ എന്തൊക്കെ ഓർഡർ നോക്കിയേ? ഏറ്റവും ആദ്യം വർക്കിംഗ് നോട്ട് എഴുതി. രണ്ടാമതായിട്ട് നമ്മൾ 3 അക്കൗണ്ടുകൾ വരച്ചു. മൂന്നാമതായിട്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽസ് ഒക്കെ എഴുതിയിട്ട് റിസർവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു. നാലാമത് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നോക്കി. പിന്നെ നമ്മൾ എല്ലാം ബാലൻസ് ചെയ്തിട്ട് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. സിമ്പിളാണ്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്, ക്യാഷിന്റെ കൂടെ പുതിയ ആൾ കൊണ്ടുവന്നതൊക്കെ ആഡ് ചെയ്യണം.
അതുപോലെ തന്നെ എമൗണ്ട് കൂടിയത് കൂട്ടി എഴുതാം, കുറഞ്ഞത് കുറച്ച് എഴുതാം. ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാവരും ചാപ്റ്റർ വൈസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് മിസ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ മാത്രം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബാച്ച് വേണമെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ എവ്രി വൺ, താങ്ക് യു സോ മച്ച്.